18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഇന്നും നാളെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ടാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സത്യപ്രതിജ്ഞ. എംപിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രോട്ടം സ്പീക്കറെ സഹായിക്കാൻ ഇന്ത്യ മുന്നണി അംഗങ്ങൾ ഉണ്ടായേക്കില്ല. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമാവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? ബജറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകും. പക്ഷേ ആദ്യ 2 ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് പ്രവിത. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് ഈ സമ്മേളനം പൂർണ്ണമായും നടക്കുക. ഇന്ന് പ്രധാനമായും ഈ അംഗങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, ഒപ്പം തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഈ പ്രത്യേക സമ്മേളനത്തിൻ്റെ അജണ്ട എന്നുള്ളത്. ഇന്ന് രാവിലെ 9:30 രാഷ്ട്രപതി ഭവനിലെത്തി പ്രോട്ടം സ്പീക്കറായി ഭർതൃഹരി മെഹ്താബ് ചുമതലയേൽക്കും. രാഷ്ട്രപതിയിൽ നിന്നായിരിക്കും സത്യവാചകം ഏറ്റുചൊല്ലുക. അതിനുശേഷമാണ് പാർലമെന്റിൽ നടക്കുന്ന മറ്റ് ചടങ്ങുകൾ എന്നുള്ളത്. ഈ രാവിലെ മാധ്യമങ്ങളെ പ്രധാനമന്ത്രി കാണുന്നുണ്ട്. സഭ 11 മണിക്ക് സമ്മേളിക്കുന്നതിന് മുമ്പായി അദ്ദേഹം എന്താണ് പറയുക എന്ന് രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ്. ഇതിനുശേഷം പിന്നീട് ഈ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം സത്യവാചകം ചൊല്ലും, പിന്നീട് കേന്ദ്രമന്ത്രിമാർ, അതിനുശേഷം സംസ്ഥാനങ്ങളുടെ അക്ഷരമാലാക്രമത്തിലായിരിക്കും ഈ മറ്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ എന്നുള്ളത്. കേരളത്തിലെ അംഗങ്ങൾക്ക് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം എന്നുള്ളത് ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ എന്നുള്ളതാണ്. കേരള, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ഒരു സമയത്തായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. കൂടാതെ ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രധാന അജണ്ട എന്നുള്ളത് തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. ഈ സ്പീക്കർ ആരാകും എന്നുള്ളത് എല്ലാവരും തന്നെ ഉറ്റുനോക്കുകയാണ്. അതിനായുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമോ എന്നുള്ളതും ഈ സമ്മേളനത്തിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇന്ന് പ്രോട്ടം സ്പീക്കർ ഈ സത്യവാചകത്തിൽ പ്രോട്ടം സ്പീക്കറെ സഹായിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നു എന്നാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കാരണം ഏറ്റവും മുതിർന്ന അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞുകൊണ്ട് 7 തവണ അംഗമായ ഭർതൃഹരി മെഹ്താബിനെ പ്രോട്ടം സ്പീക്കറായി തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ നിന്നുള്ള ഈ പാനലിൽ ഉൾപ്പെട്ട 3 അംഗങ്ങൾ ഈ സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചന. ഇതോടൊപ്പം തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം 27-ന് രാജ്യസഭ കൂടി സമ്മേളിക്കും. തുടർന്ന് രാഷ്ട്രപതി ഇരു സഭകളെയും അഭിസംബോധന ചെയ്യും. തുടർന്ന് അതിനുള്ള മറുപടി നന്ദി പ്രമേയ ചർച്ചകളായിരിക്കും നടക്കുക. അത് രൂക്ഷമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് ആദ്യ സമ്മേളനം തന്നെ വേദിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒട്ടേറെ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ആയുധമായുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ച, കൂടാതെ ട്രെയിൻ അപകടം, ഓഹരിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ പ്രതിപക്ഷം കഴിഞ്ഞ 2 സഭകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ശക്തമാണ് ഇത്തവണ. സ്പീക്കർ തിരഞ്ഞെടുപ്പിലടക്കം സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അത് ഇന്ന് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം തന്നെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് 11 മണിക്കായിരിക്കും ഈ സഭയിലെ ചടങ്ങുകൾ ആരംഭിക്കുക. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.